ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ 2 മാസത്തോളം നല്ല രീതിയിൽ എക്സസൈസ് ചെയ്തിട്ടുള്ള ഇടുക്കി ജില്ലയിൽ നിന്നുള്ള വിനോജി എന്നുള്ള ഒരു ഫാമിലി കൗൺസിലറുമായിട്ട് സംസാരിക്കുന്നത്. മാഡത്തെ ഹാർദവമായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മാഡത്തിന്റെ കുടുംബ പശ്ചാത്തലം, മാഡത്തിന്റെ കുടുംബ മെമ്പർമാരെ ഒന്ന് പറയാൻ പറ്റുമോ? ഓക്കെ സാറേ, ഞാൻ ഹസ്ബൻഡും 2 ആൺമക്കളുമാണ് എനിക്കുള്ളത്. ഞാനിപ്പോ ഇവിടെ ഇടുക്കിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ എനിക്ക് യാത്രയുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ ആണ്. എനിക്ക് ഓവർ വെയിറ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെയാണ് സാറിന്റെ ഈ ഫിറ്റ്നസ് അക്കാഡമിയുടെ ഒരു പരസ്യം FB വഴി കണ്ട് ഞാൻ ജോയിൻ ചെയ്തത്. എനിക്ക് ഹസ്ബൻഡ് ഉണ്ട്. ഹസ്ബൻഡ് പ്രൈവറ്റ് ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത്. മക്കൾ 2 പേരും, ഒരാൾ ജോലിയായി, ഒരാൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, മാഡത്തിന് ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ചലഞ്ചസ്, ശാരീരിക പ്രയാസങ്ങൾ എന്തൊക്കെയെന്ന് വ്യക്തമായി പറയാൻ പറ്റുമോ? ഓക്കെ സാർ, പറയാം. എനിക്ക് ശരിക്കും ഈ ഓവർ വെയിറ്റ് 85 ആയിരുന്നു എൻ്റെ വെയിറ്റ്. എനിക്ക് മുൻപ് 73, 75, 78 ഒക്കെ ആയിരുന്നു അപ്പർ വെയിറ്റ് നിന്നത്. പിന്നെ ഒരു വിത്തിൻ 1 ഇയർ കൊണ്ടാണ് ഞാനിപ്പോൾ ആ സമയത്ത് ഫുഡ് ക്രമീകരിക്കുകയും പിന്നെ വാക്കിങ് അങ്ങനെയൊക്കെ ഇതാണ് നിയന്ത്രിച്ചുകൊണ്ട്. പക്ഷെ അതൊന്നും എൻ്റെ കൺട്രോളിലല്ലാത്തൊരു സ്ഥിതി വന്നു. പിന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ട് കുറച്ച് വെയിറ്റും ഹൈറ്റും ഒക്കെ കൂടുതലുള്ള ആൾക്കാരാണ്. പക്ഷെ എങ്കിലും നമുക്കത് നിയന്ത്രിച്ച് നിർത്താൻ പറ്റാതെ വരുമ്പോൾ എനിക്ക് യാത്ര ചെയ്യുന്നതിനും പിന്നെ കയറി ഇറങ്ങി നടക്കുന്നതിനും ശരീരത്തിന്റെ കാലിനൊക്കെ വേദന വന്നു. അപ്പൊ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എനിക്ക് മെഡിസിൻ അല്ല തന്ന. ഡോക്ടർ ഫസ്റ്റ് പറഞ്ഞത് വെയിറ്റ് കുറയ്ക്കുക, 5 കിലോ വെയിറ്റ് കുറച്ചിട്ട് വരാനാണ് പറഞ്ഞത്. അപ്പൊ അന്ന് ഞാൻ 5 കിലോ വെയിറ്റ്, കഴിഞ്ഞ വർഷമാണ് 5 കിലോ വെയിറ്റ് ഒക്കെ ഒരു വിധത്തിൽ കുറച്ചു. പക്ഷെ ക്രമാതീതമായിട്ട് വീണ്ടും അങ്ങനെ ഓവർ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, പക്ഷെ വെയിറ്റ് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അതിൽ എന്ത് ചെയ്യപ്പോ എനിക്കിപ്പം ഇവിടെ ജോലി സംബന്ധമായിട്ട് നമുക്ക് വേറെ ഒരു ആക്ടിവിറ്റിയിലേക്ക് പോയി വെയിറ്റ് കുറയ്ക്കാൻ, അല്ലെ ഫുഡ് കണ്ടമാനം കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ശരീരത്തിന് ക്ഷീണം വരും. എനിക്ക് അങ്ങനെ ഒരു അൺകൺട്രോൾഡ് ആയിരുന്നു. പക്ഷെ എങ്ങനെ ഒരു ഭാഗ്യം കൊണ്ടാണ് ഇതിനെപ്പറ്റി FB വഴി, ഞാൻ ഒത്തിരി ആക്റ്റീവ് ഒന്നും അല്ല FB-യിൽ, പക്ഷെ എങ്ങനെ എനിക്കത് ഇതിന്റെ ഒരു ലിങ്ക് കിട്ടി, അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്തത്. മാഡത്തിന്റെ ഈ ചലഞ്ചസ് മാഡത്തിന്റെ നേരത്തെ ജീവിതത്തെ എത്രത്തോളം ബാധിച്ചിരുന്നു, പ്രയാസപ്പെടുത്തിയിരുന്നു? നേരത്തെ വെച്ചാൽ നമുക്ക് ഇപ്പൊ സാർ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളൊരു പൊതുസമൂഹത്തിൽ ഇറങ്ങുമ്പോൾ അവിടെ ഇപ്പൊ ഒരു 40 പേരോ 50 പേരോ 100 പേരോ ഒക്കെ ഉള്ളതിൽ ഏറ്റവും വെയിറ്റും ഹൈറ്റും എല്ലാം കൂടിയ ആള് ഞാൻ തന്നെയായിരുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ചലഞ്ച്. കാരണം കുറച്ച് ലിമിറ്റായിട്ട് നിന്നിട്ട് പിന്നെ നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോഴും ഒക്കെ നോക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടി വെയിറ്റ്, അത് തന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു മാനസികമായിട്ട് നമുക്ക് ഒരു മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസമായിട്ട് നമ്മുടെ ഒരു ശരീരത്തിന്റെ ഒരു പ്രത്യേകത വരുമ്പോൾ നമുക്കത് മെന്റലി നമ്മൾ ഡിപ്രസ്ഡ് ആയി പോകും. അപ്പൊ അത് ഒരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ആൾക്കാർ കളിയാക്കും, എവിടെ നിന്നാണ് പിന്നെ അരി വാങ്ങിക്കുന്നത്, അല്ലെ എങ്ങനെയാണ്, എന്താണ് എന്നൊക്കെയുള്ള ഒരു രീതിയിലുള്ള ചോദ്യങ്ങള്. പിന്നെ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഡ്രസ്സാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. നമുക്ക് ഒന്ന് ഓടിച്ചെന്നൊരു ഒരു കടയിൽ കയറിയാൽ നമുക്ക് ഭാഗമാകുന്ന ഡ്രസ്സേ കിട്ടത്തില്ല. അത് ജീൻസ് ആണെങ്കിലും ടോപ്പ് ആണെങ്കിലും അങ്ങനെ ഒന്നും കിട്ടത്തില്ല. അതെല്ലാം സ്പെഷ്യലൈസ് ചെയ്ത് അതാ അത്രത്തോളം എന്നാ അൺകൺട്രോൾഡ് അല്ലായിരുന്നു. ഇപ്പൊ ഇങ്ങ് വന്നപ്പോഴത്തേക്ക് എനിക്കെല്ലാം ഇപ്പം പിന്നെ സാരി ഉപയോഗിക്കും, ചുരിദാറ് ടോപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതെല്ലാം സ്പെഷ്യലൈസ് ചെയ്ത് വരേണ്ട വന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പം കുറച്ചൊന്ന് പിടിയിലൊതുങ്ങി വരുന്നുണ്ട്. ഓക്കെ, വളരെ കുറഞ്ഞ കാലഘട്ടം കൊണ്ട് തന്നെ മാഡത്തിന് വലിയ മാറ്റങ്ങൾ ശരീരത്തിൽ വന്നിട്ടുണ്ട്. ശരീരത്തിൽ വന്നിട്ടുള്ള പ്രകടമായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് പറയാൻ പറ്റുമോ? സാറ്, പ്രകടമായിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ എൻ്റെ താടി ശരിക്കും കൊഴുപ്പടിഞ്ഞിട്ടുണ്ടായിരുന്നു. കക്ഷത്തിൽ 2 സൈഡിലും കൊഴുപ്പടിഞ്ഞിട്ടുണ്ടായിരുന്നു. വയറ് ഉണ്ടായിരുന്നു. അതെല്ലാം മാറിയിട്ട് ഒരു ഷേപ്പിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് തന്നെ, അതിപ്പം ഇതേ രീതി പറഞ്ഞുകൊണ്ടിരുന്ന ഫ്രണ്ട്സും അല്ലെങ്കിൽ ഫാമിലിയിലുള്ളവരും ഇപ്പൊ എന്താ ചെയ്യുന്നത്, എന്തെങ്കിലും എക്സസൈസ് ചെയ്യുന്നുണ്ടോ, ഫുഡ് ക്രമീകരിക്കുന്നുണ്ടോ, എന്ത് ചെയ്തിട്ടാണ് ഒരു ബോഡി ഷേപ്പ് ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയൊരു മാറ്റം. മറ്റുള്ളവർ പറഞ്ഞ് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു മാറ്റം. പിന്നെ നമ്മൾ ബോഡിയുടെ നമ്മൾ പുറത്തേക്കുള്ളതിലേ ഉപരിയായിട്ട് നമ്മുടെ മൈൻഡിൽ വന്നേക്കുന്ന ഒരു മാറ്റം, അതാണ് ശരിക്കും നമ്മുടെ കേരളീയ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. മെന്റൽ ഹെൽത്തിന് വലിയ പ്രാധാന്യം, ഞാനൊരു കൗൺസിലറും കൂടെ ആയതുകൊണ്ട് മെന്റൽ ഹെൽത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല പൊതുസമൂഹം. പക്ഷെ നമുക്കിപ്പോ രാവിലെ എഴുന്നേറ്റ് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഹാപ്പിനെസ്
കൂടുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഹാപ്പി ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് അത് മാറ്റമുണ്ട്. വൈകുന്നേരം ആണെങ്കിലും നമ്മൾ ഒരുപാട് ഫോണിലൊന്നും നോക്കി ഇരിക്കേണ്ട അവസ്ഥ വരുന്നില്ല. കാരണം നമ്മളിപ്പോൾ ഈ അരമണിക്കൂർ വർക്കൗട്ട് ചെയ്ത് ഫുൾ വിയർത്ത് കഴിയുമ്പോൾ നമ്മൾ ബോഡി പിന്നെ നമ്മൾ പോയി കിടക്കുമ്പോൾ കൃത്യസമയത്ത് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. അതാണ് അത് വലിയ, അല്ലെങ്കിൽ നമ്മൾ ഫോണിലൊക്കെ നോക്കി കാരണം പെട്ടെന്ന് നമ്മൾ ഉറങ്ങും. പിന്നെ നമുക്കൊരു റെഗുലർ ഒരു ഒരു രീതി നമുക്ക് ആയിട്ടുണ്ട്. അതായത് പിന്നെ കൃത്യസമയത്ത് എണീക്കാനും ഒക്കെ ഉള്ളത്. പിന്നെ സാറിന്റെ ഈ ടൈം എനിക്ക് വലിയൊരു ആശ്വാസമാണ്. കാരണം പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച്, വീട്ടമ്മമാരെ സംബന്ധിച്ച് എങ്ങനെയാണേലും വീട്ടില് കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് രാവിലെ എണീറ്റ് എക്സസൈസിലേക്ക് പോയി അടുക്കളയിലെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. കാരണം ഇത് 7 മണി സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ ഒന്ന് ക്രമീകരിച്ച് വെച്ചിട്ട് അരമണിക്കൂർ കയറിയിട്ട് പിന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് വരാം. അതൊക്കെ വലിയൊരു ഇതാണ്. അതുപോലെ വൈകുന്നേരങ്ങളിലാണെങ്കിലും ഒരു 6 മണിയോ 7 മണിയൊക്കെയാണ് ചിലപ്പോൾ ഒരുപക്ഷെ പ്രയർ ഉള്ളവരുണ്ടാവും, അല്ലെ വീട്ടിൽ നമ്മൾ പല സ്ഥലത്തു നിന്ന് ജോലി കഴിഞ്ഞ് വരുന്നവരുണ്ടാവും. അപ്പൊ അതെല്ലാം വന്നൊന്ന് സെറ്റ് ചെയ്ത് നിൽക്കുന്ന സമയമാണ് 8 മണി. അതൊക്കെ വലിയൊരു കാര്യമാണ്, വലിയൊരു ഇതാണ്. അപ്പൊ അത് മറ്റുള്ള പല പല പ്ലാറ്റ്ഫോമിലും പോയിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എനിക്കൊരു കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു കംഫർട്ട് ആയിട്ടുള്ള ഒരു സോണാണ് സാറിന്റെ ഈ ക്ലാസ്സും ഈ ഒരു ഇതുള്ളത്. അതെനിക്ക് വളരെ നല്ലൊരു കാര്യമാണ്. എവിടുന്ന് എങ്ങനെ ഒരു ഭാഗ്യം കൊണ്ട് എത്തിച്ചേർന്നതായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് സാർ. നമ്മുടെ കമ്പനിയിൽ പൊതുവെ 20-40 ഫിറ്റ്നസ് കോഡ് രീതി നമ്മൾ ഫോളോ ചെയ്യുക. അതായത് ആദ്യത്തെ ഒരു 20 മിനിറ്റ് മെന്ററിങ് തരാറുണ്ട്, പിന്നെ എക്സസൈസ് തരാറുണ്ട്. നമ്മൾ ആ മെന്ററിങ് എത്രത്തോളം മേഡത്തെ ഈ എക്സസൈസ് ലൈഫിനെ ബാധിച്ചിട്ടുണ്ട്? സാർ, ആ മെന്ററിംഗ് എന്ന് പറയുമ്പോൾ ഈ നമ്മള് ഒരേ കാര്യം നമ്മളിങ്ങനെ റൊട്ടീനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് നമുക്കൊരു ടോക്ക് അല്ലെങ്കിൽ നമുക്കൊരു ഇൻസ്പിറേഷണൽ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് വരുന്ന മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കത് കേട്ട് കഴിയുമ്പം കുറച്ച് ഡള്ളാവും. ഏതിപ്പോ ഇന്ന് വേണോ, ഇന്നിപ്പോ അല്ലെങ്കിൽ ഇന്ന് സമയം അല്ലെ മാറ്റിയെടുക്കാന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ ആഴ്ചയിലുള്ള മെന്ററിങ് വരുമ്പോൾ അത് റെഗുലർ ആയിട്ട് പോകാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും. അതിനെപ്പറ്റി കൂടുതലായിട്ട് വിശദമായിട്ട് ഓരോ സബ്ജക്റ്റിനെ കുറിച്ചും പറയുവാണല്ലോ. കമ്മ്യൂണിക്കേഷൻ ഉണ്ട് പരസ്പരം. അപ്പൊ മറ്റുള്ളവർ പറയുന്നത് നമ്മൾ കേൾക്കുന്നു, മറ്റുള്ളവരുടെ വോയിസ് നമ്മൾ കേൾക്കുന്നു. അപ്പൊ നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു ബാക്ക്വേർഡ്നെസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മാറ്റം ഉണ്ടാവും എന്നുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് വരാൻ ഈ മെന്ററിംഗ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, മാഡത്തിന്റെ ചെറിയ മാറ്റത്തില് ഫാമിലിയും ഫ്രണ്ട്സും എന്തൊക്കെയാ പറയുന്നത്? ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് എന്നോട് ചോദിക്കുന്നുണ്ട് ഇപ്പൊ എന്താണ്, എന്ത് ഫുഡ് ക്രമീകരിക്കുന്നുണ്ടോ, എങ്ങനെയാണ് ഇപ്പൊ പിന്നെ ബോഡി ഷേപ്പിലേക്ക് വരുന്നുണ്ട്, എന്താ ചെയ്യുന്നതെന്ന് അവര് മാറ്റം തിരിച്ചറിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. ഫാമിലിയിലും മനസ്സിലായിട്ടുണ്ട്. ഇങ്ങനെ ഓവറായിട്ടൊന്നും അങ്ങനെ ഇടപെടുന്നതല്ല എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാർ. പക്ഷെ എങ്കിലും ആ ടൈം ഞാൻ മാറ്റി വെക്കുമ്പോഴും അല്ലെങ്കിൽ ആ ടൈമിൽ ഞാൻ റൂമിനകത്ത് ഇത് വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴും അത് ആവശ്യമാണെന്നുള്ള രീതിയിൽ തന്നെയുള്ള സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഒപ്പം ചേഞ്ചസ് ഉണ്ടെന്ന് അവർ പറഞ്ഞു. ഞാൻ ചോദിക്കും ചേഞ്ചസ് ഉണ്ടോ, ചേഞ്ചസ് കാണാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് തന്നെ എൻ്റെ മക്കളും പറഞ്ഞിട്ടുണ്ട്, ഹസ്ബൻഡും അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ മാഡം, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥ എന്ന നിലക്ക് ദിനംപ്രതി ഒരുപാട് ആളുകളായിട്ട് ഈ ഫാമിലി കൗൺസിലിനോട് ഒരുപാട് ആളുകൾ സംസാരിക്കേണ്ടി വരുന്നുണ്ട്. ഈ സംസാരം ഇപ്പൊ മാഡത്തിന്റെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഞാനിപ്പോ ആദ്യം സാറ് പറഞ്ഞല്ലോ. കാരണം നമ്മള് ഫാമിലിയില് ലേഡീസ് ബാക്കിയുള്ള ഇപ്പൊ ഒരു കുടുംബത്തിലെ ഒരു 5 പേരുള്ള കുടുംബത്താണ് ബാക്കി അമ്മയുൾപ്പെടെ ഉള്ളതാണെങ്കിൽ ബാക്കി 4 പേരുടെ ആരോഗ്യകാര്യത്തിൽ അമ്മമാര് ശ്രദ്ധിക്കും, അല്ലെ സ്ത്രീകൾ ശ്രദ്ധിക്കും. പക്ഷെ സ്ത്രീകളുടെ ആരോഗ്യകാര്യത്തിൽ വേറെ ആരും ശ്രദ്ധിക്കുകയല്ല, അവരവർ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ അവരവർക്ക് വേണ്ടിയിട്ട് 24 hours ഒരു ദിവസത്തിലുള്ളതില് ഒരു ഹാഫ് ആൻ അവർ നമുക്ക് വേണ്ടി തന്നെ നമ്മൾ സ്വയം എടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പോസിറ്റിവിറ്റി നമുക്ക് മറ്റുള്ളവരിലേക്ക് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയുക മാത്രമല്ല പ്രവർത്തിക്കാനും പറ്റും. എൻ്റെ മുൻപിൽ എത്തുന്നവരിങ്ങനെ ഭയങ്കര സാഡിനെസ് മൂഡിലൊക്കെ വരുന്ന ആളുകളുണ്ട്. അപ്പൊ അവരോട് കൃത്യമായിട്ട് എക്സസൈസിലൂടെ മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കിപ്പോൾ ആത്മവിശ്വാസത്തോടെ പറയാം. കാരണം ഞാൻ അതിൻ്റെ ഒരു പിന്നെ ഗുണഭോക്താവാണല്ലോ. അതുകൊണ്ട് അത് പറയാൻ പറ്റും. എനിക്ക് ആ മാറ്റം ഉണ്ട്. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. റെഗുലർ ആയിട്ട് നമ്മളുടെ ഡെയിലി റൊട്ടീൻ കാര്യങ്ങൾ റെഗുലർ ആയിട്ട് പോകുന്നതാണ് ഏറ്റവും അഡ്വാൻറ്റേജ്. ഓക്കെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് യുവതികളുണ്ട്, യുവാക്കളുണ്ട്. മാഡത്തെ പോലെ ഗവൺമെന്റ് സർവീസിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഓഫീസുകളിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവരോട് മാഡത്തിന് കൊടുക്കാനുള്ള ഉപദേശം എന്താണ്?
എനിക്ക് അവരോട് പറയാനുള്ളത് പിന്നെ യുവാക്കളാണെങ്കിലും അല്ലെങ്കിൽ കുറച്ചുകൂടി ഏജ് ആയിട്ടുള്ളവരും ഇതൊന്നും നമ്മളുടെ ഒരു എൻഡ് അല്ല. നമ്മളുടെ ഇപ്പൊ അല്ലെങ്കിൽ ഏജ് 50 വയസ്സുള്ള ഒരാളെ സംബന്ധിച്ച് അല്ലെങ്കിൽ 60 വയസ്സുള്ള ഒരാളെ സംബന്ധിച്ച് അവർ വിചാരിക്കും എനിക്ക് ഇത്രയും പ്രായമായാലും ഇനി ഞാനിന്ന്. പക്ഷെ എങ്കിലും ഒരു ദിവസം ജീവിച്ചുള്ളെങ്കിൽ ആ ഒരു ദിവസം നമ്മൾ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കണം. ഹാപ്പിനെസിന്റെ ഒരു ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ പണം മാത്രമല്ല, ഹെൽത്ത് ആണ് നമ്മളുടെ ഹാപ്പിനെസിന്റെ ഏറ്റവും വലിയൊരു ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ. ഹെൽത്ത് ആണ് നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഹെൽത്ത് നമ്മൾ സംരക്ഷിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ജീവിതത്തിന്റെ ഇത്രയും മണിക്കൂറുകൾ ഉള്ളതിൽ നമ്മൾ കൃത്യമായി അതിന് വേണ്ടി ടൈം മാറ്റി വെക്കണം. അത് നമ്മൾ ഫാമിലിയിൽ ഡിസ്കസ് ചെയ്യണം, അല്ലെ ഫ്രണ്ട്സിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഹെൽത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അപ്പൊ തന്നെ നമുക്ക് സമ്പത്തിന്റെ പലതും നമ്മളിലേക്ക് വന്നു ചേരും. അത് ഒരു കോൺഫിഡൻസ് ആയിട്ട് കൊണ്ടു നടക്കണമെന്നാണ് പറയുന്നത്. അത് ആരോഗ്യം നമ്മൾ കളഞ്ഞിട്ട് വാരി വലിച്ച് ഇപ്പം സാറ് ഈ പ്രോഗ്രാം തുടങ്ങിയതിന് ശേഷം ഫുഡ് നന്നായിട്ട് ക്രമീകരിച്ചു. ഫുഡ് ക്രമീകരിക്കുക എന്ന് പറഞ്ഞാൽ ഫുഡ് ഒഴിവാക്കുമല്ല, ഫുഡ് നമ്മൾ കഴിക്കുന്നുണ്ട്, അതിനകത്ത് കൃത്യമായിട്ടുള്ള അളവ് നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി ഇപ്പൊ കേരളത്തിലെ സ്ത്രീകളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയലൻസോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ട്, പ്രശ്നമാണ്. പക്ഷെ അതിലുപരിയായിട്ട് നമുക്ക് പിന്നെ വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി ഇപ്പൊ നമ്മളൊരു 100 പേരിരിക്കുന്ന വേദിയിൽ 100 പേരെ പരിശോധിച്ച് നോക്കിയാൽ 80 പേര് നമ്മള് ഓവർ വെയിറ്റിന്റെ പേരിലുള്ള സ്ത്രീകള് അതുപോലെ തന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസി അനുഭവിക്കുന്നവരായിരിക്കും. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ആരോഗ്യം ശ്രദ്ധിക്കണം. അതിനകത്ത് ഫസ്റ്റ് പ്രയോറിറ്റി എക്സസൈസിനാണ്. മാഡം വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഡ്രസ്സിങ്ങിൽ മാഡത്തിന് നല്ല കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. മാഡത്തിന് ഇഷ്ടമുള്ള ഒരു വേഷം നല്ല രീതിയിൽ വെയർ ചെയ്യാൻ എത്ര കാലഘട്ടത്തിന് ശേഷം മാഡം ഉദ്ദേശിക്കുന്നത്? ഞാന് പിന്നെ ഇപ്പം ഏറ്റവും ഉദാഹരണം പറഞ്ഞാൽ ചുരിദാർ ഇടുമ്പോൾ ഷോൾ ഇട്ടേ എനിക്കത് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ ഒരു മാസമായിട്ട് ഞാനതിന് ഷോൾ ഇടാതെ എനിക്ക് ഉപയോഗിക്കാനുള്ള കാരണം ബോഡി ഷേപ്പ് ആവുന്നുണ്ട്. അതുകൊണ്ട് ഷോളൊന്നും ഇടാതെ തന്നെ അത് തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ഇത്. പിന്നെ സാരിയൊക്കെ ഉടുക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഉടുക്കുന്നുണ്ടോ ഉപയോഗിക്കുന്നുണ്ടോ പുറത്തിറങ്ങുന്നുണ്ടെങ്കിലും എനിക്ക് കുറച്ചുകൂടെ ആത്മവിശ്വാസത്തോടു കൂടി യൂസ് ചെയ്യാനായിട്ട് ഇപ്പൊ പറ്റുന്നുണ്ട്, ഏത് ഡ്രസ്സാണെങ്കിലും. ഓക്കെ മാഡം, മാഡത്തിന്റെ വിലപ്പെട്ട സമയം ഞങ്ങളോട് ഇപ്പം ചെലവഴിച്ചതിന് വളരെ നന്ദി. താങ്ക് യു. താങ്ക് യു സാർ.